നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അയർലൻഡിൽ ഇത്രയധികം വേക്കൻസിയോ. അതിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ മേഖലകളിലാണ് ജോലി, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിലായി പറയുന്നതായിരുന്നു ആ വീഡിയോ. എന്നാൽ അതിന് താഴെ വന്ന 1-2 കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊക്കെ വെറുതെ തള്ളുന്നതാണ്, ഞാൻ ഒരുപാട് തവണ അപ്ലൈ ചെയ്തു നോക്കിയിട്ടുണ്ട്, കിട്ടിയില്ല, ഇങ്ങനെയുള്ള ചില കമൻറ്റുകളാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ വെളിച്ചത്തിലും 2-3 ദിവസം മുമ്പ് ഇവിടുത്തെ ചില മാധ്യമങ്ങളിലും മറ്റും വന്ന ന്യൂസിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങളും, ഒപ്പം തന്നെ ഒരുപാട് മേഖലകളിലുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ചും, കൂടാതെ ഈ വരുന്ന ഒക്ടോബർ 19 അയർലൻഡിലെ ഡബ്ലിനിൽ വെച്ച് നടക്കുന്ന ജോബ് എക്സ്പോയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്, അതായത് നോൺ EU ആളുകൾ. ഈ നോൺ EU എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻസ്, ഏഷ്യൻസ്, പ്രധാനമായും ഈ 2 ഭൂഖണ്ഡത്തിലുള്ളവർ, ഇവിടെയൊക്കെയുള്ളവർ ആണ് നോൺ EU കാറ്റഗറിയിൽ വരുന്നവർ. അങ്ങനെ നോൺ EU നാഷണാലിറ്റി ആയിട്ടുള്ള ആളുകളെ ആശ്രയിക്കുന്ന രാജ്യമാണ് അയർലൻഡ്. ഇവിടെ ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും നിലവിലുണ്ട്. വിവിധ ഫീൽഡുകളിലായി നൂറുകണക്കിന് ഓപ്പർച്യൂണിറ്റിയാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ അവർക്ക് പറ്റുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പൊതുവെ മലയാളികൾ എന്ത് കണ്ടാലും ചാടി വീഴും, പക്ഷേ അവർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്ന് അവർ തന്നെ നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഇൻസ്റ്റാ വീഡിയോയിൽ കാനഡയിലെത്തിയ ഒരു കുട്ടി, അവർ ജോബ് ഹണ്ടിങ് ആരംഭിച്ചപ്പോൾ 100-ൽ കൂടുതൽ CV ഉണ്ടാക്കി എന്നാണ് കാണിച്ചു തന്നത്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റെങ്കിലും ചെയ്യപ്പെടണം എങ്കിൽ ഓരോ ജോലിക്കും അതനുസരിച്ചുള്ള CVകൾ തയ്യാറാക്കി വേണം അയക്കാൻ. പല ജോലിയും നിങ്ങൾക്ക് കിട്ടാതെ പോകാനുള്ള പ്രധാന കാരണം, ദയവായി നിങ്ങൾ ഏത് ജോലിക്കാണോ CV അയക്കുന്നത് അതിന് യോജിക്കുന്ന രീതിയിലായിരിക്കണം CV, കവർ ലെറ്റർ തുടങ്ങിയവ തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇവിടെ വരുന്ന ഓരോ വേക്കൻസിക്കും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആളുകൾ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ജോലിക്കും ഒരേ CV അയക്കുകയും എന്നിട്ട് ജോലി കിട്ടിയില്ല, ഇതൊക്കെ തള്ളാണ് എന്ന് പറയുകയും ചെയ്യരുത്. ഇപ്പോൾ അയർലൻഡിൽ 100 കണക്കിന് ജോലി ഒഴിവുകളാണ് ഉള്ളതെന്ന് തൊഴിൽ മേഖലയിലെ വിവിധ ഏജൻസികളുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. IT, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ 20ഓളം വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകൾ ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിദേശികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ്. അതുകൊണ്ട് തന്നെ ഹെൽത്തിൽ, അതായത് വിദേശ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ധാരാളം അവസരങ്ങളാണ് അയർലൻഡിലുള്ളത്. താൽക്കാലികമായി HSEയിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതുടൻ തന്നെ പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. ഇതിനുവേണ്ടി ട്രേഡ് യൂണിയനുകളും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ആവത് ശ്രമിക്കുന്നുണ്ട്. നോൺ EU രാജ്യങ്ങളിലുള്ള ജോബ് സീക്കേഴ്സിന് ഏറ്റവും കൂടുതൽ വിസ ലഭിക്കാനുള്ള സാധ്യത ഈ പറയുന്ന ജോലികൾക്കാണ്. IT, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഈ ജോലികൾക്കൊക്കെ കൂടുതൽ സാധ്യതയാണ് വിസ കിട്ടി ഇങ്ങോട്ടേക്ക് വരുവാൻ. ഇനി നോക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലെന്നാണ്. ഹെവി ട്രക്ക്, ലോറി ഡ്രൈവർമാർ, ബസ്, ട്രാം ഡ്രൈവേഴ്സ്, മെറ്റൽ വർക്കിംഗ്, മെഷീൻ ടൂൾ സെറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, വെൽഡർ, ഫ്ലെയിം കട്ടർ, പ്ലംബർ, പൈപ്പ് ഫിറ്റേഴ്സ്, കാർപ്പൻറ്റേഴ്സ് ആൻഡ് ജോയിൻറ്റേഴ്സ്, ഹോം ബേസ്ഡ് പേഴ്സണൽ കെയർ വർക്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഷെഫ്, കെമിക്കൽ, ഫിസിക്കൽ സയൻസ് ടെക്നീഷ്യൻസ്, സിസ്റ്റം അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, നഴ്സിംഗ് പ്രൊഫഷണൽ, ജനറൽ മെഡിക്കൽ പ്രാക്ടീഷണർമാർ,
മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയേഴ്സ്, കെമിസ്റ്റ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സർവീസസ് മാനേജർമാർ എന്നിവയടക്കം അയർലൻഡിൽ ഒട്ടേറെ ഒഴിവുകളാണ് ഉള്ളത്. മറ്റൊരു സുപ്രധാന കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 19,303 വർക്ക് പെർമിറ്റുകളാണ് ഇഷ്യൂ ചെയ്തത്. അതിൽ കൂടുതലും ഇന്ത്യക്കാർ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏകദേശം 25% വർധനവാണ് വർക്ക് പെർമിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടാണ് ആളുകൾ പറയുന്നത് ഞങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ്, തള്ളലാണ് എന്നൊക്കെ. ഇത് അയർലൻഡിലെ ഗവൺമെൻറ് വെബ്സൈറ്റുകളിലും മറ്റും വരുന്ന പല കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ 6,809 വർക്ക് പെർമിറ്റുകൾ ഹെൽത്ത് കെയർ മേഖലയിൽ ഇഷ്യൂ ചെയ്തപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 3,282 പെർമിറ്റുകളും കൃഷി, ഫോറസ്ട്രി, മത്സ്യബന്ധനം എന്നീ മേഖലയിൽ 1,859 പെർമിറ്റും അക്കോമഡേഷൻ ആൻഡ് ഫുഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1,458 പെർമിറ്റുകളും യഥാക്രമം നൽകുകയുണ്ടായി. മാത്രമല്ല, അയർലൻഡിൽ ഈ വർഷം ആദ്യത്തെ 6 മാസങ്ങളിൽ ജോലി തേടിയെത്തിയ വിദേശികളിൽ 6,746 ഇന്ത്യക്കാരാണ് വർക്ക് പെർമിറ്റ് നേടി അയർലൻഡിൽ ജോലിക്കായി എത്തിയത്. അതായത് മൊത്തം പെർമിറ്റിൻ്റെ 35% സ്വന്തമാക്കി അയർലൻഡിലെത്തിയത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഇത്രയേറെ ഓപ്പർച്യൂണിറ്റികൾ അയർലൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരവരുടെ എക്സ്പീരിയൻസിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ജോലികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നേരത്തെ ഞങ്ങൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അയർലൻഡിലേക്ക് ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന്. ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലെയുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ജോലിക്കും ഒരേ CV തന്നെ അയക്കാതെ ഓരോ ജോലിക്കും ഓരോ CV ക്രിയേറ്റ് ചെയ്യുക. നല്ല കവർ ലെറ്റർ വയ്ക്കുക. ജോലി വേണ്ടുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളിലേക്കും അവരവരുടെ രാജ്യങ്ങളിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുവഴി നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ഒരു കാര്യം പറയട്ടെ, ആർക്കും കൊണ്ടുപോയി ക്യാഷ് കൊടുക്കാതിരിക്കുക. കാരണം ഇവിടുത്തെ ഒരു ഏജൻസികളും നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു ക്യാഷും മേടിക്കാതെയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതുമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. കൂടാതെ അയർലൻഡിലുള്ളവർക്കായി ഡബ്ലിനിൽ ഒരു ജോബ് എക്സ്പോ വരുന്നുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 19 സാറ്റർഡേ ആണ് എക്സ്പോ നടക്കുന്നത്. അതിലേക്ക് അയർലൻഡിലുള്ള സ്റ്റുഡൻസായിട്ട് എത്തിയവർക്കും പഠിത്തം കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ അയർലൻഡിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ എത്തിയിട്ടുള്ള യോഗ്യരായ ആളുകൾക്കും ഒക്കെ മികച്ച ഒരു അവസരമാണ് അതിലൂടെ കിട്ടുന്നത്. ഏറ്റവും നല്ല ജോലി കണ്ടുപിടിക്കാനും ജോലി മാറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പുതിയ ജോലി കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണിത്. ഇവിടെയുള്ളവർ ആ അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ഈ ജോബ് എക്സ്പോയുടെ വെബ്സൈറ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ചെക്ക് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അങ്ങനെ അയർലൻഡിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ മികച്ച അവസരമാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.